ഇത് എൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്. സുസുക്കി സാമുറായി ആണ് ഷോ കണ്ണാക്കിയത്. ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ മഹാമോശം. ഇതിൻ്റെ ഈ ഫുഡ് പാക്കിൻ്റെ സാധനമൊക്കെ അപ്പുറത്തെ ഭാഗത്തു നിന്നൊക്കെ ഒടിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ കറുത്ത കാട് മൊത്തം ക്ലിയർ കോട്ട് അടിച്ച് ശരിയാവുന്നതാണ്. സ്പ്രേ കാലം ഒന്ന് ക്ലിയർ കോട്ട് എടുത്ത് കഷ്ടകാലത്തിന് അടിച്ചു പോയത്. ഇത് മൊത്തം റഫ് ഇതായി. ഫ്രണ്ടിലെ മഡ്ഗാർഡും ആകെ അലമ്പായി. ബാക്കിൽ ഈ പാനലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതും ആകെ കാണാൻ വൃത്തികെട്ട കോലത്തിലായി. ചെടിയൊക്കെ തെറിച്ച് ടേർക്കോട്ടിൻ്റെ ഇതും കൂടി അടിച്ച് ആകെ അലമ്പായിക്കണേ. അപ്പോൾ ഒരു ബഡ്ജറ്റിൽ ഈ വണ്ടി പിന്നെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പണിയാണ്. ഇത്ര ബഡ്ജറ്റിൽ ഇത്രയും സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇത് റീസ്റ്റോർ ചെയ്യാൻ പോണേ. റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്ത പാർട്സാണ് കാണുന്നത്. ഇത് മഡ്ഗാർഡ് ട്വിസ്റ്ററിൻ്റെ ജെന്യുവൻ പാർട്ടാണ്. 751 രൂപ റേറ്റ് വന്നിട്ടുണ്ട്. ഇത് അപ്പാച്ചിയുടെ 44 ടീത്ത് വഞ്ഞ സ്പ്രോക്കറ്റാണ്. ഇതിനൊരു 1005 MRP. ഒരു 998 സംതിങ്ങിന് കിട്ടി. പിന്നെ ഇത് ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ്. ഇതിന് ചിലവായത് 140 രൂപ. പിന്നെ ഈ LED ഇൻഡിക്കേറ്റേഴ്സ്. ഇത് അധികം റേറ്റ് ആയില്ല, ചീപ്പാണ്. 4 പീസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതിന് 311 രൂപയുള്ളൂ. ഡെലിവറി ചാർജ് എക്സ്ട്രാ ഒരു മേടിച്ചിട്ടുണ്ട്. ഷോ കണ്ട 4 ഇൻഡിക്കേറ്റർ വാങ്ങുന്നതിനേക്കാളും ലാഭം തന്നെ. പിന്നെ ഈ പാർട്ട് ഫുഡ് പാക്കിൻ്റെ സെൻറ്റർ റോഡ്, ഇത് എൻ്റെ വണ്ടിയിൽ ഒടിഞ്ഞിരിക്കണമായിരുന്നു. അപ്പോൾ അത് പുതിയത് വാങ്ങിച്ചു. പിന്നെ ഈ റബ്ബർ ബീഡിങ്ങിന് വേറെ റേറ്റാണ്. ഈ പീസിന് 450 രൂപ. ഈ പീസിന് 2 എണ്ണത്തിന് 60 രൂപ. സ്ക്വയറായിട്ടുള്ള സൈഡ് മിറർ പലയിടത്തും നോക്കി കിട്ടിയില്ല. അപ്പോൾ അവഞ്ചറിൻ്റെ മീറ്റർ ആമസോണിൽ ഓർഡർ ചെയ്തു. ഒരു പീസിന് 225 രൂപ. ഇത്രയും പാർട്സാണ് ഇപ്പോൾ കളക്ട് ചെയ്തിരുന്നത്. ഇത് വെച്ചാണ് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കണതാണ്. ഇപ്പോൾ ഇതിൽ ഇൻഡിക്കേറ്റർ ഇതേ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ LED ഇൻഡിക്കേറ്റർ ഇത് ഈ മഡ്ഗാർഡിൽ ഹോള് കൊടുത്തിട്ട് അവിടെ നിന്ന് ആണ് കണക്ഷൻ ഇതുവഴി എടുക്കാമെന്നാണ് വിചാരിച്ചേക്കണം. ആ ഇൻഡിക്കേറ്ററും വെച്ചിട്ട് ഹസാർഡ് ലൈറ്റും കൂടി ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ് എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ പറഞ്ഞുതരാം. വണ്ടി ഇതിപ്പോൾ കഷ്ണമാക്കി വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തേക്കണേ. സ്പ്രേ ക്യാൻ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തേക്കണം. ഈ ഫിനിഷിങ് അത്ര നല്ലതായിട്ട് കിട്ടില്ലെങ്കിലും ഒരു താൽക്കാലിക പരിഹാരത്തിന് ഇത് മതി. ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ട് രണ്ടാമത് സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്യും. ഈ വണ്ടി പണിത് റെഡിയാക്കാനായിട്ട് എനിക്ക് ആകെ ചിലവ് വന്നത് ഒരു 4500ഓളം രൂപയാണ്. അതിനുള്ളിൽ തന്നെ ഈ വണ്ടി മൊത്തം സെറ്റ് ചെയ്ത് ഞാൻ തന്നെ സ്പ്രേ ക്യാൻ വെച്ച് പെയിൻറ്റ് ചെയ്ത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. Slipping away, and you think back to a time that you were lost. Thoughts disorganized, can't seem to dry your eyes, and chaos is collapsing from your mind. And you say that you're fine, but now you're out of time.
ഞാൻ ഈ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. എന്തെങ്കിലും സംശയം മറ്റും ഉണ്ടെങ്കിൽ അടിയിലൊരു കമൻ്റായിട്ട് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്.